നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറാണ്. യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന പാലക്കാട് സ്വദേശി നിമിഷപ്രിയയുടെ മോചനത്തിനായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനുമായി സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിലിന്റെ മകൻ ചർച്ച നടത്തുന്നു. ദയാധനം ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം അക്കാര്യത്തിൽ സംസാരിക്കാമെന്നതാണ് ധാരണ. അവർ ആവശ്യപ്പെടുന്ന പണം കണ്ടെത്തി നൽകുമെന്ന് ആക്ഷൻ കൗൺസിലും ചാണ്ടി ഉമ്മൻ MLAയും പറഞ്ഞിട്ടുണ്ട്. മകൻ സംസാരിച്ചിട്ടും അനുനയിപ്പിക്കാൻ കഴിയില്ലെന്ന് മാത്രമേ സൂഫി പണ്ഡിതൻ നേരിട്ട് ചർച്ചയ്ക്ക് പോവുകയുള്ളൂ. അതേസമയം മോചനം മുടക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവണ്ടെന്ന് യമനിൽ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നവർ പറയുന്നു. ദയാധനം നൽകാമെന്ന വാഗ്ദാനവുമായി ചിലർ കുടുംബത്തെ സമീപിക്കുന്നുണ്ട്. പുറത്തുനിന്നുള്ള അത്തരം ഇടപെടലുകൾ ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും മർക്കസ് അധികൃതരോട് മധ്യസ്ഥർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഇളവ് ചെയ്യുന്നതിനായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ പ്രയത്നത്തിൽ AVR കാൻസർ സെന്റർ ചെയർമാൻ CN വിജയകൃഷ്ണനും കൊല്ലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് സത്യപാലനും നേരിട്ടെത്തി അദ്ദേഹത്തെ അഭിനന്ദിച്ചു. നിമിഷപ്രിയയ്ക്ക് ശിക്ഷയിൽ നിന്ന് പൂർണ്ണമായും മോചനമായിട്ടില്ലെന്നും അവിടെയുള്ള പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു ദിവസം നിശ്ചയിക്കാതെ വധശിക്ഷ മാറ്റിവെച്ചതെന്നും കാന്തപുരം അറിയിച്ചു. ശിക്ഷ നടപ്പാക്കുന്നതിന് കൃത്യമായ ഒരു ദിവസം പറയാത്തത് ശുഭസൂചനയാണെന്നും കാന്തപുരം ഇവരോട് പറഞ്ഞു. മോചനത്തിനായി സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. പ്രശ്ന പരിഹാരത്തിനായി യമനിലെ പ്രാദേശിക അധികൃതരുമായി കുടുംബാംഗങ്ങളുമായും നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. നിമിഷപ്രിയയുടെ വിഷയത്തിൽ ചില സുഹൃത്ത് രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിമിഷപ്രിയയുടെ കുടുംബത്തിന് നിയമസഹായം നൽകുന്നുണ്ട്. അഭിഭാഷകനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പതിവായി കോൺസുലർ സന്ദർശനങ്ങൾ നടത്തുന്നുണ്ട്. പരസ്പരം സമ്മതത്തോടുള്ള പരിഹാരത്തിന് വേണ്ടി നിമിഷപ്രിയയുടെ കുടുംബത്തിന് കൂടുതൽ സമയം നൽകണമെന്ന ആവശ്യത്തിനായി കഴിഞ്ഞ ദിവസങ്ങളിൽ കൂട്ടായ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ജൂലൈ 16 നടക്കേണ്ടിയിരുന്ന വധശിക്ഷ യമനിലെ പ്രാദേശിക അധികൃതർ മാറ്റിവെച്ചിട്ടുണ്ട്. വധശിക്ഷ നീട്ടിവെപ്പിക്കാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വഹിച്ച പങ്കിനെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അക്കാര്യത്തിൽ ഒരു വിവരവും പങ്കുവെക്കാനില്ലെന്നായിരുന്നു പ്രതികരണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.